ഹലോ ഗായ്സ്, എന്റെ പെരുന്നാൾ ദിവസത്തെ വിശേഷങ്ങൾ അറിയണ്ടേ? അപ്പോ വായോ. എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു വർഷം പോലും ഞാൻ മുടങ്ങാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പെരുന്നാളാണ് പുതുപ്പള്ളിപ്പള്ളി പെരുന്നാൾ കേട്ടോ. ഇത് ഇവിടെ ജനിച്ചു വളർന്നതായതുകൊണ്ട് തന്നെ എനിക്ക് പുതുപ്പള്ളിപ്പള്ളി എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു വികാരമാണ്. എന്നെ കെട്ടിച്ചു വിട്ടിരിക്കുന്നതും ഒരു ഓർത്തഡോക്സ് പള്ളിയിലേക്ക് തന്നെയാണ്. ഇവിടുന്ന് ഒത്തിരി ദൂരമൊന്നുമില്ല, കുഴിമറ്റം പള്ളിയിലേക്കാണ് എന്നെ കെട്ടിച്ചിരിക്കുന്നത്, കോട്ടയത്തെ. ദൈവം അനുഗ്രഹിച്ച എല്ലാ വർഷവും എനിക്ക് ഇവിടുത്തെ പെരുന്നാൾ കൂടാനായിട്ട് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ പുതുപ്പള്ളി പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു ആഘോഷം തന്നെയായിരുന്നു പണ്ട് കാലം മുതലേ. ഓഫ് കോഴ്സ് എല്ലാവർക്കും അവരവരുടെ പള്ളിയിലെ പെരുന്നാൾ എന്ന് പറയുന്ന ഒരു ആഘോഷം തന്നെയാണല്ലേ. ഒരു പെരുന്നാളായിട്ട് വീട്ടിൽ വന്നിട്ട് തൂത്തും തുടയൊക്കെയാണ് കേട്ടോ. രാവിലെ തുടങ്ങിയതാണ് പരിപാടി. ഇത്തവണത്തെ പെരുന്നാൾ എന്റെ വീട്ടിലെ പപ്പ, മമ്മി, ഞാനും മാത്രമുള്ള ഒരു പെരുന്നാളായിരുന്നു. ഈ വീടിന് ചുറ്റും താമസിക്കുന്നത് പപ്പയുടെ ബന്ധത്തിലുള്ളവർ, അതായത് പപ്പയുടെ ചേട്ടൻ, അനിയൻ, അങ്ങനെയുള്ളവരൊക്കെ തന്നെയാണ്. അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇതുപോലെ പെരുന്നാൾ കൂടാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 4 മക്കളാണ്. മൂത്തതൊരു ചേച്ചി, രണ്ടാമത്തതൊരു ചേച്ചി, ഞാൻ മൂന്നാമത്തതാണ്, നാലാമതൊരു അനിയനാണ്. ആരും തന്നെ നാട്ടിലില്ല, എല്ലാവരും ജോലിയുടെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പഠിക്കാനൊക്കെ ആയിട്ട് പുറത്താണ്. ഞാൻ അവരെയൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കാണ്. ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും ഉണ്ടായിട്ടുള്ള പെരുന്നാളുകളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പണ്ട് മമ്മിയുടെ വീട്ടിലെ ആളുകളും അതുപോലെ പപ്പായുടെ വീട്ടിലെ ആളുകളും എല്ലാവരും കൂടെ വന്നിട്ട് ഈ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടിച്ചു പൊളിക്കുമായിരുന്നു. എല്ലാവരും കൂടെ വരുമ്പോഴത്തേക്കും അതൊരു സന്തോഷമായിരുന്നു. പെരുന്നാൾ എടുക്കാറാകുമ്പോഴത്തേക്കും പണ്ട് മുതലേ ഒരുപാട് ചിന്തിക്കടകൾ പള്ളിയിൽ വരും. ഞാനിപ്പോഴും ഓർക്കുന്നു, പണ്ട് ഒരുപാട് വളയും മാലയും പൊട്ടും അതുപോലെ മേടിക്കാൻ എന്തൊരു ആകാംക്ഷയായിരുന്നു പള്ളിയിൽ പോകുമ്പോൾ. ഇപ്പൊ അതൊക്കെ ഒരുപാട് ഉള്ളതുകൊണ്ടായിരിക്കും അതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. അന്ന് ഒരു വളയോ അല്ലെങ്കിൽ ഒരു മാലയോ ഒക്കെ കിട്ടുന്ന ഒത്തിരി സന്തോഷമുള്ള കാര്യമായി. പറ്റുന്ന എല്ലാ വർഷവും മമ്മി ഇതുപോലെ അപ്പം ചുട്ടിട്ട് വെള്ളയപ്പം ചുട്ട് പള്ളിയിൽ നേർച്ചയായിട്ട് കൊടുക്കാറുണ്ട്. ഇതുപോലെ ഒരുപാട് ആളുകൾ വീട്ടിൽ നിന്ന് അപ്പം നേർച്ചയായിട്ട് കൊടുക്കാറുണ്ട്. മെയ് 5, 6, 7 ദിവസങ്ങളിലാണ് എല്ലാ വർഷവും. ഒരു പ്രാവശ്യം കണ്ടേ ഉള്ളൂ 6, 7, 8 ദിവസങ്ങളിൽ പെരുന്നാളായിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ വർഷങ്ങളിലും 5, 6, 7 ദിവസങ്ങളിലാണ് പെരുന്നാൾ നടത്താറ്. അപ്പോൾ എല്ലാ വർഷവും 6-ാം തീയതി വൈകിട്ട് റാസയുണ്ട്. അപ്പോൾ റാസയ്ക്ക് മുമ്പായിട്ട് ഇതുപോലെ മാവൊക്കെ അരച്ച് റെഡിയാക്കിയിട്ട് പിറ്റേന്ന് ഇതുപോലെ ദാണ്ട് അപ്പം റെഡിയാക്കി എടുക്കുക. ആദ്യം പള്ളി കൊടുക്കാനുള്ളത് മാറ്റി കഴിഞ്ഞാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. പെരുന്നാളായിട്ട് നല്ല അടിപൊളി വെള്ളയപ്പവും അതുപോലെ താറാവ് കറിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. എല്ലാ വർഷവും മമ്മിയുടെ സ്പെഷ്യൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. എന്റെ മമ്മി ഉണ്ടാക്കിയോണ്ട് പറയല കേട്ടോ, നല്ല അപ്പമായിരുന്നു, നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു. വെള്ളയപ്പം അതുപോലെ താറാവ് കറിയായിരുന്നു രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോഴും ഇത് കാണുമ്പോൾ എൻ്റെ വായിൽ വെള്ളം വരുവാണ്. ഇത് ഓർത്തിട്ട് നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ആ അപ്പത്തിൽ നിന്ന് ഒരു നുള്ളിങ്ങി എടുത്തിട്ട് ആ ചാറിനകത്ത് മുക്കി ഒരു വായ അങ്ങോട്ട് പിടിക്കണം. എൻ്റെ പൊന്നെ, എന്നാ ടേസ്റ്റ് ആയിരുന്നെന്ന് അറിയാവോ. എനിക്ക് ഇതുപോലെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഇതുപോലെ സമാധാനത്തിൽ നിന്ന് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. പണ്ട് എനിക്ക് ഭക്ഷണത്തിനോട് ഒട്ടും പ്രിയയില്ലായിരുന്നു. വിശപ്പ് മാറാൻ എന്തെങ്കിലും കഴിക്കുമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ നോൺ വെജ് ഐറ്റംസ് ഒന്നും കഴിക്കത്തില്ലായിരുന്നു. എന്നെ പണ്ട് പോറ്റിച്ചി എന്നൊക്കെയാണ് എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഒരിടയ്ക്ക് പോത്തിനോട് ഭയങ്കര പ്രിയമായിരുന്നു. അങ്ങനെ പോത്ത് കഴിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് ആ സമയത്ത് കിട്ടിയ പേരാണ് പോത്തെ എന്നുള്ളത്. എന്നെ പലരും പല പേരിലാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഓപ്പോളോ, ഓപ്പി, അതുപോലെ പോത്ത്, പോറ്റിച്ചി, എന്തെല്ലാം പേരുകളായിരുന്നു പണ്ട്. അപ്പൊ രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്കും നല്ല പോത്തിറച്ചിയും അതുപോലെ തന്നെ നല്ല കിളിമീൻ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. കിളിമീൻ കറി മമ്മി പറയുകയും ചെയ്തത് നിനക്ക് സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കിയാണ്. കാരണം കിളിമീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ചൂട് ചോറിലേക്ക് ആ മീൻചാർ ഒഴിച്ച് മാത്രം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പോത്തൊരു അകത്തിയപ്പറ്റായോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ആ കിളിമീൻ കറി മാത്രം മതി നമുക്ക് കഴിക്കാൻ. അമ്മാതിരി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കറിക്ക്. എന്റെ ചെറുപ്പത്തിൽ എനിക്ക് പോത്തിനോട് ഭയങ്കര പ്രിയമായിരുന്നെങ്കിലും ഒരിടയായപ്പോഴത്തേക്കും എനിക്ക് പോത്തിനോടുള്ള ആ ഇൻട്രസ്റ്റ് അങ്ങ് പോയി കേട്ടോ. ഏതോ ഒരു പ്രാവശ്യം എനിക്ക് നല്ല വോമിറ്റിംഗ് ഒക്കെ വന്നു. അതേ പിന്നെ എനിക്ക് പോത്ത് തിന്നാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായി. ഞാൻ ആ വോമിറ്റിംഗ് കഴിഞ്ഞ് കുറെ നാളത്തേക്ക് പോത്തൊന്നും കഴിക്കുന്നില്ലായിരുന്നു. പിന്നെ വീണ്ടും തുടങ്ങി. എവിടുന്നോ ആ പോത്തിനോടുള്ള ഇഷ്ടം വീണ്ടും തിരിച്ചു വന്നു കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഈ ഒരു വീഡിയോയ്ക്കകത്ത് 3 ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നതെന്ന്. അത് വേറെ ഒന്നുമല്ല, രാവിലെ ക്ലീനിങ്ങിന് മുമ്പ് ഒരു ഡ്രസ്സ് ഇട്ടു, അത് കഴിഞ്ഞ് ഒരു കുളിച്ച് കഴിഞ്ഞൊരു ഡ്രസ്സ് ഇട്ടു, പിന്നെ ഒന്ന് കവലയ്ക്ക് പോകണമായിരുന്നു, അതും കഴിഞ്ഞൊരു ഡ്രസ്സ്. അപ്പൊ പെരുന്നാളിന്റെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.